ചിരിക്കടാ. നീ എന്തിനാ ചിരിക്കുന്നേ? എനിക്കിന്ന് കുഞ്ഞ് ജനിച്ചു. ഈ കാരണത്താ വേണ്ടാത്തൊന്നും പറയണ്ട, വെറുതെ ആൾക്കാർ എന്നെ സംശയിക്കും. നീ ഒന്ന് ഡീസന്റ് ആയിട്ടിരി, സ്ഥലത്താറായി. ഓ ആ നിർത്ത്. എന്നെ നിവർത്താനോ? വണ്ടി നിർത്താനാ പറഞ്ഞത്. ഓ ഞാൻ വിചാരിച്ചു നടക്കാത്ത കാര്യം എന്താ വിളിച്ചു പറയണേ. കൃഷ്ണ ഇതാ പെണ്ണിന്റെ വീട്. വീട് പോരാ കേട്ടോ. ഞാൻ വിചാരിച്ച 2 നില വീടായിരിക്കും. നിലമറന്ന് സംസാരിക്കരുത് കേട്ടാ. ആ പൗഡറൊക്കെ ഒന്ന് തൂത്ത് കളടാ. കൂടിപ്പോയോ? ഇല്ല, കുറഞ്ഞു പോയി. അതാ തൂക്കാൻ പറഞ്ഞേ. ഞാൻ ഒന്ന് മുള്ളിട്ട് വരാം. എന്താ ഈ സമയത്ത് ഒരു മുള്ളല്? നിന്നെ കൊണ്ടല്ലേ അകത്തേക്ക് പോകുന്നത്, അവിടെ ഇരുന്ന് മുള്ളണ്ടാന്ന് കരുതി. എന്നാ പിന്നെ 2 കൂടി കഴിച്ച് തന്നാ മതി. പെണ്ണിന്റെ പേരിലായിരിക്കും വീട്. വിറ്റ എന്ത് കിട്ടാവോ? കല്യാണത്തിന്റെ അന്ന് തന്നെ വിപ്പിക്കണം. ഇവിടെ ആരുമില്ലേ? എടോ ഇവിടെ ഒന്നുമില്ല, ശനിയാഴ്ച വാ. അതെ തോമയായിരുന്നു. അയ്യോ ഇത് പിച്ചക്കാരനല്ല, താൻ ചെറുക്കനായിട്ട് വരാന്ന് പറഞ്ഞിട്ട്. ആ മുതലല്ലേ ഈ നിൽക്കുന്നത്. അയ്യോ എന്നാ കേറുവാ. പൗഡർ തുടച്ചതാ കുഴപ്പമായത്. അല്ലെങ്കിൽ നീ മമ്മൂട്ടിയല്ലേ? ഇതാ വലത് കാലി. അയ്യോ ഞാൻ എഴുതാ. ഇവിടെ 18 പടി കെട്ടാമായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി. ഇത് പെണ്ണിന്റെ അമ്മയാണ്. സോറി, ചർമ്മം കണ്ട പ്രായം തോന്നില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണേ. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. ഇപ്പൊ ഇട്ടു ചവിട്ട് കൂട്ടി ഞാൻ മോളെ വിളിക്കാം. സുഹാസിനി. സുഹാസിനി സിനിമാ നടിയുടെ പേരാ. സുഹാസിനി വിമൽ കുമാർ. ഡീസന്റ് വീടല്ലേ? അങ്ങോട്ട് പാട്ടോ. നാണിക്കണ്ട, മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ, പിന്നെ കണ്ടില്ലാന്ന് പറയരുത്. ആ ഇല്ലേ? നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ. മതിലോ? ഞാൻ പൊരനിറങ്ങി നിൽക്കാണെന്ന് കരുതി എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയോ? തന്തയും തള്ളയും കൂടെ ആ കൂനന് വിവാഹം കഴിക്കുന്നതിലും ഭേദം ജീവിതകാലം മുഴുവൻ ഒരു വിധവയെ പോലെ ഞാനിവിടെ കഴിയുന്നതാ. അവന്മാരോട് ഇറങ്ങി പോകാൻ പറ. ഞാനിവിടെ നിന്നോളാം. ഞാൻ ജീവിതം വെറുത്തുപോയി. കല്യാണം വേണ്ട. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? മഞ്ജു വാര്യറാണെന്ന വിചാരം. വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത്. ആരുടെ മഞ്ജു വാര്യരെയാ? ഇഴജന്തുന്റെ. ഞങ്ങൾ ഇറങ്ങാ, മോള് വളർന്ന് വലുതായിട്ട് വരാം. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്ന? എന്തായാലും വന്നല്ലേ, ചായ കുടിച്ചിട്ട് പോവാം. 75 വീട്ടിൽ നിന്ന് പെണ്ണുകാണാൻ നടന്ന് ചായ കുടിച്ചത് പോരെ? ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ചായ കുടി. എന്നെ കൊണ്ടുവരുന്ന 100 വീട്ടിൽ നിന്ന് ചായ കുടിച്ചേക്കാന്ന് ചേട്ടനോട് നിറച്ചുണ്ടോ? എന്തായാലും ഇവിടെ വരെ വന്നാലേ കാറ് കാശെങ്കിലും മുതലാവട്ടെ. പണ്ട് കപ്പലിന്റെ കച്ചവടം ചെയ്തത് നന്നായി, കുമ്പിള് കുത്താൻ പറ്റി. പട്ടി ബിസ്ക്കറ്റോ? വെറുതെ അല്ല പെണ്ണുകിടന്ന് കുരക്കണത്. ഇതല്ലേ തീറ്റ. ഇവിടെ അപ്പം രണ്ടല്ലേ? അയ്യോ, ആര് പറഞ്ഞത് പട്ടി എനിക്ക് രണ്ടപ്പനാണെന്ന്? അതല്ല, നിങ്ങൾ കഴിച്ച് 2 അപ്പല്ലേ ചോദിച്ചത്. അങ്ങനെ വാദം പറയണ. അവര് 2 അപ്പനുള്ള നാട്ടിൽ പാട്ടാണ്. പിന്നെ നിങ്ങൾ അതൊക്കെ വിളിച്ചു പറയുന്നത് എന്തിനാ? നിനക്ക് അവന് പുട്ട് കൊടുത്താൽ പോരായിരുന്ന? അതുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്. മേലിൽ അവൻ അപ്പം കൊടുത്തു പോരുത്. അഥവാ അവൻ അപ്പം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരപ്പം കൊടുത്താൽ മതി.
എന്താണുമ്മ ബോംബെന്ന് ജമാനെ വിളിക്കാതെ പറഞ്ഞിട്ടുണ്ടാ? ഓനായിരിക്കും ഈ വിളിച്ചോണ്ടിരിക്കണത്. ഉച്ചോടെ എട്ടാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞൻ എന്താ പെണ്ണിന്റെ പുരയിൽ പൊറഞ്ഞു തുടങ്ങിയ? വരുന്ന വഴിക്ക് കുഞ്ഞിന് വേറെ പെണ്ണ് കാണാനുണ്ടാവുമ്മ. അല്ലാതെ നിന്ന് അല്ലാതെ വന്നു. മണിക്കൂർ നാളെ നമ്മളിവിടെ കുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ആ എന്താ തോമ ഈ പെണ്ണിനെങ്കിലും ഇവന് പിടിച്ചാ? ഇവനെന്താ വെട്ടുപോത്ത് പോണ പോലെ പോണത്? ഞാൻ വേറെ പെണ്ണ് നോക്കാൻ പറഞ്ഞ എന്റെ പരിഭവാ. ആ ഉമ്മ, ഞാൻ പറയാൻ മറന്നു. ഇന്നലെ രാത്രി ജമാൽ വിളിച്ചിരുന്നു. അവന് ഞാൻ അടുത്ത ആഴ്ച വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്താ ഹിമാറേ, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നാ? അല്ല, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്താ വിശേഷം? ആ അതൊക്കെ പറയാം. എന്റെ ഉമ്മോ, പെണ്ണിനെ ഒരു വകയ്ക്ക് കൊള്ളൂല. പൊടിക്കുപ്പയുടെ അത്ര ഉള്ള ഒരു വിഷക്കുരു. എന്നാലും അവളുടെ അഹങ്കാരോ മത്തങ്ങയുടെ അത്ര വലിപ്പമുണ്ട്. ഈ വക പാഷാണത്തി കൃമികളെ എന്റെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുന്ന എങ്ങനെയാ? അയ്യയ്യേ, എനിക്കിഷ്ടായില്ല. വയ്യാറ്റ നിനക്കൊരു താങ്ങും താണലും ആയിക്കോട്ടെ എന്ന് കരുതിയ ഒരു നിക്കാഹ് കഴിക്കാൻ പറഞ്ഞു. നിന്നേക്കാൾ വയ്യാത്ത പെണ്ണായാലും എങ്ങനെയാ ശരിയാവുക? അതെ, ആ പെണ്ണെ കല്യാണം കഴിച്ചാലേ ഞാൻ അതിനും ചുമന്നിട്ട് നടക്കേണ്ടി വരും. അല്ലാതെ തന്നെ നടക്കാനുള്ള ആവത് എനിക്കില്ല. ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കി വേണ്ടാന്ന് പറയൂന്ന് വിചാരിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാ എന്റെ ഭാഗ്യത്തിന് പെണ്ണ് തന്നെ അപ്പുറത്തുനിന്ന് പറയുന്ന ഞാൻ കേട്ടു. ആ കൂനിന് എനിക്ക് വേണ്ടാന്ന്. എന്നെക്കാളും വൈകല്യമുള്ള പെണ്ണ് പോലും എന്നെ വേണ്ടാന്ന് പറയണം ഉമ്മ. ഉമ്മക്കറിയോ, ഇതുവരെ വന്ന എല്ലാ ആലോചനകളും എനിക്കിഷ്ടായിരുന്നു. തോമേട്ടനറിയാം. അവർക്കെന്നെ വേണ്ടാന്ന് പറയുമ്പോഴാ പെണ്ണിന് നിറം പോരാ, മുടി പോരാന്നൊക്കെ പറഞ്ഞ് ചുമ്മാ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ. മോൻ വിഷമിക്കാണ്ടിരി. എന്റെ മോനെ ഇഷ്ടപ്പെടുന്ന നല്ല മുഞ്ചുള്ളൊരു പെണ്ണ് ഈ ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഹലോ 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 ഹലോ, നിന്റെ ശബ്ദം കേട്ടാൽ മാത്രമല്ലേ അവിടെ നിന്ന് മറുപടി ഉണ്ടാവൂ. നിൽക്ക്, ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പലപ്പോഴും ഞാൻ വാൺ ചെയ്തതാ. ഇനിയും അനുസരിക്കാൻ ഭാവമില്ലെങ്കിൽ യാതൊരു തെളിവുമില്ലാതെ അവനെ തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്കിലിടും. പറഞ്ഞില്ലെന്ന് വേണ്ട. അച്ഛനെ ധിക്കരിച്ചോണ്ട് മോളുടെ ആഗ്രഹം സാധിക്കാൻ തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? അവനെ എന്റെ മോള് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്, അതാ നല്ലത്. സാറിന് സി എ വിളിക്കുന്നു. എന്നെ ചീത്ത പറയാൻ ഇന്ന് എന്താണാവോ കണ്ടുവച്ചിരിക്കുന്നത്. എടോ, സർക്കാർ തനിക്കൊക്കെ ശമ്പളം തരുന്നത് ചുമ്മാ ഈ കുപ്പായിട്ടുണ്ട് തെക്ക് വടക്ക് നടക്കാനല്ല, ജോലി ചെയ്യാനാ. സാർ, എടോ, വടക്കേക്കർ ഒരു വീട്ടിൽ ഇന്നലെ രാത്രി കള്ളം കയറി 18 പവന്റെ ആഭരണങ്ങളാ മോഷണം പോയത്. ഒരാഴ്ച താനൊക്കെ അവിടെ റോന്തി കുത്തി എന്തിനാടോ? സാർ, ഇന്നലെ ഞാൻ ലീവിലായിരുന്നു. ഓ, താൻ ഡ്യൂട്ടിയിലായിരുന്നെങ്കിലോ ഇപ്പൊ കള്ളനെ കയ്യോടെ പിടിച്ചങ്ങ് ഉണ്ടാക്കിയാനെ. റോമ്പ് ചുറ്റുക എന്ന് പറഞ്ഞ ദിവസവും താനൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടാവും. അല്ലാതെ ഒരു ദിവസം പോലീസിന്റെ തൊപ്പി കാണാണ്ടായാൽ കള്ളനങ്ങ് പടച്ചു കയറൊന്നുമില്ല. സാർ, ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ്. വേറെന്തെങ്കിലും വിരോധം വെച്ചുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുത് സാർ. എങ്കിൽ തന്റെ മകനെ താൻ ആദ്യം വിലക്കീർത്താൻ പഠിക്ക്. അവൻ എന്റെ കുടുംബത്തിന്റെ മനസമാധാനം കെടുത്താൻ തുടങ്ങിയിട്ട് നാളു കുറെ ആയി. അവന്റെ ഒരു പ്രേമം ഇടിച്ച് നട്ടല് നടത്തിയിടാൻ എനിക്ക് അറിയാൻ പറ്റില്ലായിട്ടൊന്നുമല്ല. പിന്നെ താനും ഈ കാക്കിയിട്ടിരിക്കുന്നതിന്റെ ഒരു കാരുണ്യം, അത്രേ ഉള്ളൂ. സാർ, ഞാൻ അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അവന്റെ ഭാഗത്ത് നിന്ന് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകാതെ ഞാൻ നോക്കും.